നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ 20-ാം മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കരയിലെ 7-ാം പൗരസ്ത്യ കാതോലിക്കായുമായിരുന്ന പരിശുദ്ധ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാവ തിരുമേനിയുടെ 11-ാം ഓർമ്മ പെരുന്നാൾ മെയ് 26-ന് പരിശുദ്ധ പിതാവിൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന പത്തനാപുരം മൗണ്ട് താബോർ ദയറായിൽ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം കൊണ്ടാടി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് അടൂർ കടമ്പനാട് ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ മൗണ്ട് താബോർ ദയറ ചാപ്പലിലെ ഖബറിങ്കിലേക്ക് പദയാത്ര നടത്തപ്പെട്ടു. സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസിയും ശ്ലൈഹിക വാഴ്വും ഖബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചുമതലയിൽ കോട്ടയം ചാന്താനിക്കാട് പ്രവർത്തിക്കുന്ന സമ്പൂർണ്ണ സൗഖ്യ ആയുർവേദ ആശുപത്രിയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെട്ടു. പനച്ചിക്കാട് പഞ്ചായത്ത് മെമ്പർ ശ്രീ കേശവൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ലിജി വിജയകുമാർ, ഫാദർ കെ എം സക്കറിയ, ഫാദർ കെ വി എബ്രഹാം, മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മോളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ രാജു ഫിലിപ്പ്, ഡോക്ടർ പ്രെറ്റി സൂസൻ ജോബ്, ഡോക്ടർ എലിസബത്ത് ജേക്കബ് എന്നിവർ രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും സംയുക്ത സംഗമം 2025 മെയ് 20-ന് പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് മാനേജർ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തായുടെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും പുതിയ അധ്യയന വർഷത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതിനുമാണ് സംഗമം നടത്തപ്പെട്ടത്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിലെ പ്രധാന സഭയായ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രതിനിധികൾക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ ഊഷ്മള സ്വീകരണം നൽകി. അരമന മാനേജർ റവറൻ ഫാദർ യാക്കോബ് തോമസ് റമ്പാൻ അതിഥികളെ സ്വീകരിച്ചു. നാഗ്പൂർ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോസി ജേക്കബ് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള സാംസ്കാരിക വേദശാസ്ത്ര ഉൾക്കാഴ്ചകളെക്കുറിച്ചും പൈതൃകങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. മലങ്കര സഭയുടെ ഇന്റർ ചർച്ച് എക്യൂമെനിക്കൽ വിഭാഗമാണ് സന്ദർശനത്തിൻ്റെ ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചത്. തുടർന്ന് യുവജന പ്രതിനിധികൾ പാമ്പാടി മാർ കുര്യാക്കോസ് ദേറ, കാർത്തികപ്പള്ളി സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഖബറിടം, ചേപ്പാട് വലിയ പള്ളി, മാക്കാങ്കുന്ന് സെൻറ് സ്റ്റീഫൻസ് കത്തീഡ്രൽ, കല്ലൂപ്പാറ പള്ളി എന്നീ ദേവാലയങ്ങൾ സന്ദർശിച്ചു. മലങ്കര സഭയുടെ കൊല്ലം ഭദ്രാസനത്തിലെ സീനിയർ വൈദികനും കൊട്ടാരക്കര കോട്ടപ്പുറം സെൻറ് ഇഗ്നാത്തിയോസ് പള്ളി ഇടവകാംഗവുമായ കുണ്ടറ ഇടവട്ടം തോലാനിക്കുന്നേൽ സെൻറ് ജോർജ് ഹോമിൽ റവറൻ ഫാദർ TT ജേക്കബ് തൻ്റെ 77-ാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. അക്ഷരത്താളുകളിൽ സ്കൂൾ പ്രവേശനത്തിന് ഒരുങ്ങുന്ന കുട്ടികൾക്കായി സ്നേഹസംഗമം. സ്കൂൾ പ്രവേശനം കാത്തിരിക്കുന്ന പരുമല ആശുപത്രി ജീവനക്കാരുടെ കുട്ടികൾക്കായി അക്ഷരത്താളുകളിൽ എന്ന പേരിൽ ഒരു പ്രത്യേക കൂട്ടായ്മ 2025 മെയ് 27-ന് ഉച്ചയ്ക്ക് 1:30-ന് പരുമല ആശുപത്രിയിൽ വച്ച് നടത്തപ്പെട്ടു. ഈ അധ്യയന വർഷം നടന്ന 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ആശുപത്രി ജീവനക്കാരുടെ കുട്ടികളെ ചടങ്ങിൽ വെച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയും തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പോലിത്തായും അനുമോദിച്ചു. എല്ലാ ജീവനക്കാരുടെ മക്കൾക്കും സ്കൂൾ ബാഗും മറ്റ് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തപ്പെട്ടു. ആശുപത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ MC പൗലോസിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയ ചടങ്ങിൽ പരുമല കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രാകേഷ് R കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന മോട്ടിവേഷൻ ടോക്ക്
നൽകി. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും മികച്ച വിജയം നേടുവാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ് നന്ദി പ്രകാശനം നടത്തി. ചടങ്ങിൽ ഏഷ്യയിലെ ആദ്യ ബലൂണോഗ്രാഫർ ശ്രീ രാജേന്ദ്രൻ സേലം അവതരിപ്പിച്ച ബബിൾ മാജിക് ഷോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിസ്മയമായി മാറി. മലങ്കര സഭ മെയ് 29 വ്യാഴാഴ്ച സ്വർഗാരോഹണ പെരുന്നാൾ അഥവാ മാറാനായി പെരുന്നാൾ ആഘോഷിച്ചു. കെംത പെരുന്നാളിന് ശേഷമുള്ള 40-ാം ദിവസമാണ് സഭ കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അന്നേ ദിവസം സ്വർഗാരോഹണത്തോടൊപ്പം കർത്താവ് നമുക്ക് നൽകിയ മഹത്തായ ദൗത്യത്തെയും സഭ ഓർക്കുന്നു. ആ മഹത്തായ ദൗത്യം ലോകമെമ്പാടും തൻ്റെ സുവിശേഷം അറിയിക്കുക എന്നതാണ്. വിശുദ്ധ കുർബാനയെ തുടർന്നാണ് പെരുന്നാൾ ആഘോഷിച്ചത്. സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ ക്രമത്തിലെ പ്രധാന ഭാഗമായ സ്ലീബ ആഘോഷത്തിന് ശേഷം ത്രോണോസിൽ സ്ഥാപിക്കുകയും ഗോകുൽത്ത മദ്ബഹായിൽ നിന്ന് മാറ്റുകയും ചെയ്തു. കുടുംബങ്ങൾ ഇഴയടുപ്പമുള്ളവരായി ജീവിക്കണം. മാർ സെറാഫീം. കുടുംബങ്ങൾ ഇഴയടുപ്പമുള്ളവരായി തീരുമ്പോൾ സമൂഹം നന്മയുള്ളതായി തീരും. കുടുംബവും സമൂഹവും പാരസ്പര്യമുള്ളവരായി ജീവിക്കണം. മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹത്തിൽ കരുതൽ നിലനിൽക്കുകയുള്ളൂ. വടക്കിൻ്റെ പരുമലയായ ഡൽഹി ജനക്പുരി മാർ ഗ്രിഗോറിയസ് ദേവാലയത്തിൻ്റെ തലമുറ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുമ്പമൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം പറഞ്ഞു. ജനക്പുരി മാർ ഗ്രിഗോറിയസ് ദേവാലയത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ച് പരുമല സെമിനാരി ഓഡിറ്റോറിയത്തിൽ നടന്ന തലമുറ സംഗമത്തിൽ ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യോഹാനൻ മാർ ദിമെത്രിയോസ് അധ്യക്ഷത വഹിച്ചു. ഇടവക വികാരി ഫാദർ പത്രോസ് ജോയ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗീവർഗിസ് ജോസ്, ഡൽഹി ഭദ്രാസന സെക്രട്ടറി ഫാദർ സജി എബ്രഹാം, ചാണ്ടി ഉമ്മൻ MLA, ഫാദർ സക്രിയ പനിക്കാമറ്റം കോറെപ്പിസ്കോപ്പ, ഫാദർ സാംവി ഗബ്രിയേൽ കോറെപ്പിസ്കോപ്പ, ഫാദർ ഫിലിപ്പ് M സാമുവൽ കോറെപ്പിസ്കോപ്പ, ഫാദർ PA ഫിലിപ്പ്, ഫാദർ ബിജു P തോമസ്, തോമസ് P ജോർജ്, രാജു മാമൻ, സജു മാത്യു എന്നിവർ പ്രസംഗിച്ചു. കോട്ടയം പള്ളം സെൻറ് പോൾസ് പബ്ലിക് സ്കൂൾ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉദ്ഘാടനം ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറോസ് തിരുമേനി നിർവഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ മുംബൈ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യൂറോപ്പ് പര്യടന സംഘം വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം മെയ് 25 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് റോമിൽ എത്തിച്ചേർന്നു. അഭിവന്യ മെത്രാപ്പൊലീത്തന്മാരോടൊപ്പം വൈദികരും വിശ്വാസികളും അടക്കം 42 പേരാണ് സംഘത്തിൽ ഉള്ളത്. അഭിവന്യ മെത്രാപ്പൊലീത്തമാർ വത്തിക്കാനിൽ പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. മലങ്കര സഭയുടെ ഉപഹാരമായി 6 മുള കണ്ണാടി മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു. മെത്രാപ്പൊലീത്തമാരായ ഗീവർഗീസ് മാർ കൂറിലോസ്, യൂഹാനൻ മാർ പോളികർപ്പോസ്, അലക്സിയോസ് മാർ യൗസേബിയോസ്, ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ്, ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കാളികളായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എക്യുമെനിക്കൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് വത്തിക്കാനിൽ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. റോമിലെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാപ്പലിൽ സ്വർഗാരോഹണ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ പിതാക്കന്മാർ കാർമ്മികത്വം വഹിച്ചു. മെയ് 29 വ്യാഴാഴ്ച രാവിലെ റോം സന്ദർശനം കഴിഞ്ഞ് സംഘം മടങ്ങി. ഭാഗ്യസ്മരണാർഹനായ ഔഗേന്മാർ ദീവന്നാസ്യൂസ് തിരുമേനിയുടെ 18ാം ഓർമ്മ പെരുന്നാൾ വാകത്താനം വള്ളിക്കാട്ട് ദയറായിൽ 2025 മെയ് 25 മുതൽ ജൂൺ 6 വരെ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം ആചരിച്ചു വരുന്നു. വെട്ടിക്കൽ സെൻറ് തോമസ് ദയറായിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകനായ കാട്ടുമങ്ങാട്ട് ഇളയബാവ തിരുമേനിയുടെ 216ാമത് ശ്രാദ്ധ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം ആചരിച്ചു. 216ാമത് ശ്രാദ്ധ പെരുന്നാളിന് മുളന്തുരുത്തി വെട്ടിക്കൽ ദയറായിൽ മലങ്കര സഭയുടെ നാഗ്പൂർ സെൻറ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരിക്കുന്ന ഫാദർ ഡോക്ടർ ജോസി ജേക്കബും പരിശുദ്ധൻ്റെ തപസ്സിനാൽ അനുഗ്രഹീതമായ തേവനാൽ മാർ ബെഹനാൻ ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ വികാരി ഫാദർ TP കുര്യൻ തളിയച്ചിറയും കൊടിയേറ്റി. 2.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിബിഡവനമായിരുന്ന തേവനാൽ താഴ്വരയിൽ മാർ ബെഹനാൻ ദേറ ചാപ്പൽ നിർമ്മിച്ച് ദീർഘനാളുകളോളം തപസ് അനുഷ്ഠിക്കുകയും മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 2ാമത്തെ മെത്രാനായി അവരോധിതനാവുകയും പിൽക്കാലത്ത് മലങ്കര സഭയുടെ ചരിത്രപ്രസിദ്ധമായ വെട്ടിക്കൽ സെൻറ് തോമസ് ദയറായിൽ കബറടങ്ങുകയും
ചെയ്ത കാട്ടുമങ്ങാട്ട് ഇളയ ബാവ ഇന്ന് അനേകർക്ക് സ്വർഗീയ മധ്യസ്ഥനാണ്. ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. പരിശുദ്ധ കാട്ടുമങ്ങാട്ട് ബാവമാർ തപസ് അനുഷ്ഠിച്ച തേവനാൽ താഴ്വരയിലെ മാർ ബെഹനാൻ ദേറ ചാപ്പലിലേക്ക് പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും ആശീർവാദവും നേർച്ചയും നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് മാനേജർ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത നേരിൽ കണ്ട് വിലയിരുത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുൻപ് ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റി അഭിവന്യ തിരുമേനി ചുമതലപ്പെട്ടവർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഓൾ ഇന്ത്യ യൂത്ത് സ്പോർട്സ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കിയ എൽബ സൂസൻ ഏലിയാസിനും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത സംരംഭമായ ഇൻഡോ ജർമ്മൻ സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ നൽകുന്ന ഇൻഡസ്ട്രിയൽ ഫെലോഷിപ്പിന് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്ത 10 പേരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഷൈമോൾ ഫിലിപ്പിനും മേഘാലയ മാർട്ടിൻ ലൂതർ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ സജി സി ജോണിനും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ബിവോക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പരീക്ഷയിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയ ഷിബിൻ CS-നും പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പോടുകൂടി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് നിർമ്മിത ബുദ്ധി വിഷയത്തിൽ ഡോക്ടറൽ ബിരുദം ലഭിച്ച ഡോക്ടർ അജയ് ജോൺ ചെമ്മനത്തിനും കേരള സർവകലാശാലയിൽ നിന്നും ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ 1ാം റാങ്ക് ലഭിച്ച കുമാരി റോസിൻ മാത്യുവിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.